കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു ശ്രീരാമസേന. അങ്ങനൊരു വാർത്ത വന്നു. ഏതായാലും ആ വാർത്തയുടെ പിന്നാലെ മല്ലികാർജുന ഖാർഗെ പാർലമെൻറ്റിലെ തൻ്റെ വേദന പങ്കുവച്ചു. ഓഗസ്റ്റ് 8 2026 ഖാർഗെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി രാംലീല മൈതാനത്ത് പ്രസംഗിച്ചിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. പ്രസംഗശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയി. പക്ഷേ ശ്രീരാമസേന ആ വേദി, അദ്ദേഹം പ്രസംഗ സ്ഥലം ശുദ്ധീകരിച്ചു. അദ്ദേഹം പാർലമെൻറ്റിലെ വളരെ സങ്കടത്തോടെ പറഞ്ഞു, താൻ പട്ടികജാതിക്കാരനും ലളിതനുമാണ്, പക്ഷേ ഇതുപോലെയുള്ള ഇന്നത്തെ ഈ പ്രവൃത്തിക്കെതിരായിട്ട് താൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ തൻ്റെ അനുഭവമാണ് പങ്കുവെക്കുന്നത് എന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞു. ഖാർഗെയെ അവമാനിക്കുന്നത് സഭയിലുള്ളവരെ മുഴുവൻ അവമാനിക്കുന്ന തുല്യമാണ് എന്ന് സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണനും പറഞ്ഞു. അത് വേദനപ്പെടുത്തുന്നതാണ്. രാംലീല മൈതാനത്ത് ചടങ്ങ് നടത്തിയ ശ്രീരാമസേനയ്ക്ക് BJPയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉത്തരാഖണ്ഡിലെ BJP നേതാവും പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു. മനുഷ്യർക്കെതിരായ കുറ്റമാണ് ഗണേഷ് ഗോഡിയൽ എന്ന ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് നേതാവും പറഞ്ഞു. സനാതന സമൂഹത്തിൻ്റെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയ രീതിയിലാണ് രാംലീല മൈതാനത്ത് കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യമെന്നും എതിർകക്ഷികളിങ്ങനെ BJPക്കാരും പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ശരി, ഇന്ത്യയിലെ സമുന്നതനായ ഒരു നേതാവ് തന്നെയാണ് മല്ലികാർജുന ഖാർഗെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മളെല്ലാവരും ശ്രമിക്കും. കർണാടക മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ അത്യുന്നത പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദവും പ്രസംഗമൊക്കെ രാജ്യസഭയിലും പാർലമെൻറ്റിലും എല്ലായിടത്തും എല്ലാവരും സശ്രദ്ധം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആരെങ്കിലും അദ്ദേഹത്തിനെ അപമാനിച്ചതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടനയെ അവമാനിക്കുന്നത് തന്നെയാണെന്ന് രാജ്യസഭയിലെ അവിടുത്തെ ചെയറിലിരുന്ന CP രാധാകൃഷ്ണൻ അദ്ദേഹവും പറഞ്ഞു. കാരണം ഇന്ത്യയിലെ ഇന്ന് പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ജാതീയമായ പല പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് മൊത്തം അടച്ചു വാർക്കാനായിട്ട് ഇതുവരെ കടന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഇത്ര അത്യുന്നതനായ ഇന്ത്യയിലെ ഒരു നേതാവ്, അദ്ദേഹം ലളിതനാണ്, അദ്ദേഹം പട്ടികജാതിക്കാരനാണ്. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച ഉടനെ അവിടുന്ന് ആ രാംലീല മൈതാനം വിട്ട ഉടനെ അവിടെ ശുദ്ധികലശം നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ അവമാനിക്കാനൊന്നുമില്ല. ഒരാളെ ഇത്ര അത്യുന്നതനായ ഒരു വ്യക്തിയെ ജാതി മത ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളൊക്കെ അവർ ശുദ്ധീകരിക്കുന്നത്. നേരിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹത്തിനെ അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നടപടി എടുക്കുന്നതാണ് ഉചിതം. അദ്ദേഹം പരാതിപ്പെടാനും പോകുന്നില്ല. പബ്ലിക്കിലെ ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. ഇതിന് കേസെടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എത്ര പേരുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മാതൃകാപരമായ ഒരു നടപടി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയിൽ ഇന്ന് നമുക്ക് ജാതി മത ചിന്തകൾക്ക് അതീതമായി നമ്മളെല്ലാവരും പ്രസംഗിച്ചും നമ്മളെല്ലാവരും ചിന്തിച്ചും നടക്കുന്നവരാണ്. അതിനു വിരുദ്ധമായി പഴയ കാലത്തേക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ആര് ചെയ്താലും ശരി, അവർക്ക് തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കണം. അതിനുള്ള നടപടിയെങ്കിലും എടുക്കണം. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സംഭവത്തെപ്പെട്ട് എൻ്റെ മനസ്സ് വ്രണപ്പെട്ടെങ്കിലും ഞാൻ ഒരു നടപടിക്കും പോകത്തില്ല. അതേസമയത്ത് BJPക്കാരനല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഈ വേദന BJPക്കാരുടെ നദ്ദ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. അത് അദ്ദേഹത്തിന് ആ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞ ഒരു പ്രസംഗം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദമുണ്ട് എന്ന് നദ്ദയും പറയുകയുണ്ടായി. ഏതായാലും ആർക്കും ഇതിനോട് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിനെ അവമാനിക്കുന്നതിനും നേരിട്ട് മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നതിനും തുല്യം തന്നെയാണ് അദ്ദേഹം അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ
വന്നു ചേർന്ന ആ രാംലീല മൈതാനത്തെ അദ്ദേഹം ഇരുന്ന സീറ്റും ആ പരിസരവും അവർ വൃത്തിയാക്കുന്നതും അവിടെ ശുദ്ധിയാക്കുന്നതും ഒക്കെ വളരെയധികം അപമാനകരമാണ്. ഈ ഒരു വാർത്ത നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നും ആ രീതി ചിന്തിക്കുന്ന ആൾക്കാർ ധാരാളം ഇന്ത്യയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അത്യുന്നതനായ പൊസിഷനുള്ള ഒരു വ്യക്തിയാണ് ഈ ഇതിൽ അവമാനിച്ചതെന്നുകൂടെ നമ്മൾ ഓർക്കുമ്പോൾ അത് എത്രത്തോളം ഡീപ്പായിട്ട് ഇന്നും നമ്മുടെ പല ആൾക്കാരുടെ മനസ്സിലെ ജാതി മത ചിന്തകൾ ഇന്നും അവിടെ കിടക്കുന്നു, അവരുടെ മനസ്സിൽ തന്നെ അടിഞ്ഞു കിടക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.